ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസ് 3 വോൾട്ട് 5 വോൾട്ട് ഐസിനെ സംബന്ധിച്ചാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൽ പറഞ്ഞിരുന്നത് എൽ ഡിയുടെ സെക്ഷനാണ് പറഞ്ഞിരുന്നത്. നമുക്ക് ഫസ്റ്റ് അഡാപ്റ്റർ കുത്തി കഴിഞ്ഞാൽ അഡാപ്റ്റർ ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന എൽ ഡി ഒ സപ്ലൈ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ എസ് എം ബി എസും ഈ രണ്ട് എസ് എം ബി എസും എങ്ങനെ ഓണാക്കണം എന്നുള്ളതാണ് ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എൽ ഡി എന്ത് ചെയ്യുക, ഒന്നും കൂടി സ്പീഡായിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. അപ്പോൾ നമ്പർ 1 ഇതിൽ ബി പ്ലസ്, ഇതിൽ 19 വോൾട്ടേജ് വരും നമ്മൾ പറഞ്ഞു ഫസ്റ്റിൽ. ഇതിൽ വിന് സപ്ലൈ ആണ് വരുന്നത്, വിന് സപ്ലൈ. അപ്പോൾ നമ്പർ ഇതിൽ ഫസ്റ്റായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ട പോയിൻറ്റ്സ് ഇതാണ്. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്തത് എൽ ഡി ഒക്ക് വേണ്ടി ചെക്ക് ചെയ്യുന്നത്, അഥവാ ഇതിൻ്റെ മാസ്റ്റർ എനേബിൾ ഐസിനെ മെയിനായിട്ട് എനേബിൾ ചെയ്യാൻ. അതിലിപ്പോൾ ഈ രണ്ടാമത്തെ പോയിൻ്റാണ് വരിക. മൂന്നാമത്തെ പോയിൻ്റ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ റെഫറൻസ് ആണെന്ന് പറഞ്ഞാൽ റെഫറൻസ് 2 വോൾട്ടേജ് റെഫറൻസ്, അഥവാ ഇന്ത്യനിലാണ് ഇത് എടുക്കുക. 2 വോൾട്ടേജ് റെഫറൻസ് മൂന്നാമത്തെ പിന്നായിട്ട് നമുക്ക് ഇത് എടുത്ത് എഴുതാം. നാലാമത്തെ പിന്നെ ഇത്രയും കാര്യങ്ങൾ വന്നു കഴിഞ്ഞെങ്കിൽ ഇവിടെ 5 വോൾട്ട് റെഗുലേറ്റർ ഇവിടെ വരുന്നുണ്ട്, 5 വോൾട്ടേജാണ് വരുന്നത്. ഇവിടെ വരുന്നത് 3 വോൾട്ടേജ് റെഗുലേറ്റർ ഇവിടെ വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളായിട്ടുണ്ടെങ്കിൽ നമ്മളെ എൽ ഡി ഒ സ്റ്റാൻഡ് ബൈ ഐ സി റിലീസ്, സ്റ്റാൻഡ് ബൈ ഐ സിയുടെ എൽ ഡി ഒ സെക്ഷന് റിലീസാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അടുത്തത് നേരത്തെ ഇതിൻ്റെ ബാക്കി നമ്മൾ അന്ന് പറഞ്ഞിരുന്നു. എൻട്രിപ്പ് 1 ഇവിടെ ഒരു പോയിൻ്റ് കാണിക്കുന്നുണ്ട്, ഇവിടെ എൻട്രിപ്പ് 1 എൻട്രിപ്പ് 2 ഇവിടെ എന്നുള്ളത് ഈ 2 പോയിൻ്റ്. കാരണം ജസ്റ്റ് മാറിയിരിക്കുന്ന പെന്ന് ഒരു മിനിറ്റ് വരച്ചത് എൻട്രിപ്പ് 1 ഇവിടെ വരുന്നത്, എൻട്രിപ്പ് 2 വരുന്നത് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ അകത്ത് നിന്നിട്ടാണ് സപ്ലൈ ജനറേറ്റ് ആവാമെന്ന്, എനേബിൾ സപ്ലൈ ജനറേറ്റ് ആകുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടാവുക 1.3 വോൾട്ടേജാണ് കാരണം ഇവിടെ ഉണ്ടാവുക. അത് നോക്കിയിട്ട് നമ്മൾ 1.3 എന്ന് പറയുന്നത് ഇവിടെ ഇന്ത്യനിലാണ് വരിക. അതിൻ്റെ കാൽക്കുലേഷൻ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിൽ ഇങ്ങനെ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ ഉള്ളിൽ കാൽക്കുലേഷൻ ഉണ്ട്, അത് പറഞ്ഞിട്ട് ബുദ്ധിമുട്ടുന്നില്ല. സിമ്പിളായിട്ട് പറയുന്നുണ്ടെങ്കിൽ ഇതാണ് 1.3 വോൾട്ടേജ്, ഒരു 1 വോൾട്ട് റേഞ്ചിൽ നമുക്ക് മിനിമം അവിടെ കാണും. അത് എനേബിളായിട്ട് വരും. ആ എനേബിൾ ആകുന്ന ആളെ എന്ത് ചെയ്യണം, സ്റ്റേബിളാക്കി നിർത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇ സി ഓൺ ഇവിടെ വന്നു കഴിഞ്ഞാൽ, അഥവാ അയ്യോൻ്റെ പാർട്ടാണ്. അയ്യോൻ്റെ ക്ലാസ് നമ്മൾ എടുത്തിട്ടില്ല. എന്നിരുന്നാലും ഇവിടെ അയ്യോൻ്റെ കമാൻഡാണ് ഇവിടെ വരുന്നത്. ഒരു 3.3 സപ്ലൈ ആണ് വരിക. ഈ 3.3 സപ്ലൈ വന്നു കഴിഞ്ഞാൽ ഇത് ഓണാവും, മോസ്പെറ്റ് ഓണാവും. നമുക്കറിയാം ഇത് എൻ ചാനലാണ്, ട്രാൻസിസ്റ്ററാണ്, എൻ ചാനൽ ട്രാൻസിസ്റ്ററാണ്. ഇത് ബേസിൽ പോസിറ്റീവ് വോൾട്ടേജ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഓണാവുന്ന സമയത്ത് ഈ 5 വോൾട്ടേജ് എന്ത് ചെയ്യും, ഇങ്ങോട്ട് വരുന്നത് തടഞ്ഞിട്ട് ഇവിടെ 0 വോൾട്ടേജ് അഥവാ ഗ്രൗണ്ടാക്കി മാറ്റും. ഗ്രൗണ്ട് ആക്കുന്ന സമയത്ത് ഇത് വർക്ക് ഇവിടെ സപ്ലൈ ഗ്രൗണ്ടാണ് കറണ്ടാവും. ആ സമയത്ത് എന്തില്ല, ഇതും വർക്ക് ചെയ്യില്ല, ഈ മോസ്പെറ്റും വർക്ക് ചെയ്യില്ല. അങ്ങനെ വർക്ക് ചെയ്യാതിരിക്കണം. ഇത് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഗ്രൗണ്ടിലേക്ക് കയറുക, മീൻസ് ഇത് വന്നില്ല, ഈ സി ഓൺ വന്നില്ല. 5 വോൾട്ടേജ് എൽ ഡി ഉണ്ട്, ഈ എൽ ഡി ഒ നേരെ ഇങ്ങനെ കണക്റ്റഡ് ആണ്, വി എൽ എന്ന് പറഞ്ഞിട്ട്. എൽ ഡി ഒ കണക്റ്റഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ സപ്ലൈ നേരെ ഇവിടെ 5 വോൾട്ടേജാണ് ഉണ്ടാവുക. ഈ 5 വോൾട്ടേജ് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഓണാവും. എൻട്രിപ്പിൻ്റെ വോൾട്ടേജ് എന്താവും, ട്രിപ്പായിട്ട് പോകും, അതാ ഗ്രൗണ്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ വോൾട്ടേജ് ഉണ്ടാവില്ല. അപ്പോൾ അത് വർക്ക് ചെയ്യില്ല, എനേബിൾ ആവില്ല, സ്റ്റാർട്ടിങ്ങിൻ്റെ പോയിൻ്റാണ്. അപ്പോൾ അതിനാണ് ഈ സി ഓൺ വരൽ മസ്റ്റാണെന്നാണ്. ഈ സി ഓൺ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഓണാവും, ഇവിടെ ഗ്രൗണ്ടാണ് കയറുണ്ടാവുക, ഇത് വർക്ക് ചെയ്യില്ല. ഈ മോസ്പെറ്റും വർക്ക് ചെയ്യില്ല. ആ 2 മോസ്പെറ്റും വർക്ക് ആയിരിക്കുമ്പോൾ ഇവിടുത്തെ സപ്ലൈ 1.3 സപ്ലൈ എന്ന ലെവലിക്ക് അവിടെ കറക്റ്റായിട്ട് നിൽക്കും. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എക്സ്പ്ലെയിൻ പറഞ്ഞതാണ്, പക്ഷേ ഇതിൻ്റെ കണ്ടിന്യൂസ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി പറഞ്ഞതാണ് മാത്രം. ഇനി നമുക്ക് നോക്കാം ഇതിൽ കാര്യങ്ങൾ. ഇനി ഇതിലേക്ക് എനേബിൾ വന്നു, ഇവിടെ എനേബിൾ 1.3 വോൾട്ടേജ്, ഇവിടെ അതേമാതിരി 1.3 വോൾട്ടേജ് എനേബിൾ വന്നു. ഇനി നമുക്ക് കിട്ടേണ്ടത്, അടുത്ത ആളെ കിട്ടേണ്ടത് ഇതേ സെയിം റെഫറൻസ് തന്നെയാണ്. ഇത് ഓടാനേ റെഫറൻസ് വോൾട്ടേജാണ് നമ്മൾ ഇവിടെ നോക്കേണ്ടത്. ഈ റെഫറൻസ് തന്നെയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് എസ് എം ബി എസും സെക്കൻഡ് എസ് എം ബി എസും ഓണാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന റെഫറൻസ് ഈ ഒരു എസ് എം ബി എസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 1, 2 ആയിട്ട് ഇത് ഉപയോഗിക്കുക. 3 ആയിട്ട് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് നോക്കേണ്ടത് ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ സാധനം എനേബിൾ ആക്കിയത്, ഇതിനെ ഓണാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ, അല്ലെങ്കിൽ ഇതിനെ ഓണാക്കാൻ വേണ്ടിയിട്ടാണ്, ഇത് ഓണാക്കണമെന്ന് ഇതിനെ ഓണാക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. നമ്മളൊരു പാർട്ട് പറയാം, ഈ ഒരു ഭാഗം നമുക്ക് പറയാം, ഇതിനെ ഓണാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ റെഫറൻസ് വോൾട്ടേജൊക്കെ സെറ്റാക്കിയിട്ട് ഇവിടെ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ടിലുള്ള ഇവിടെ വോൾട്ടേജ് ഉണ്ടോ ഇല്ല എന്ന് നോക്കുക. അപ്പോൾ ഈ ഐ സി നോക്കുന്നത് ഇവിടെ
ഔട്ട്പുട്ട് വോൾട്ടേജ് നേരെ ഇങ്ങനെ വന്നിട്ട് ഇതുവഴി ഇങ്ങനെ ഇവിടെ വന്നിട്ട് ഇതുവഴി ഇങ്ങനെ വരിക ചെയ്യുന്നത്. അപ്പോൾ ഇത് R1 ആണ്, ഇത് R2 ആണ്. നമുക്കിത് കാൽക്കുലേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എസ്റ്റിമേറ്റ് ഒരു 2 വോൾട്ടേജ് റേഞ്ചിൽ കിട്ടും. ഇവിടെ ഒരു 2 വോൾട്ടേജ് റേഞ്ചിൽ കിട്ടും. ഇത് R1ഉം ഇത് R2 നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്തിട്ട് വോൾട്ടേജ്, അല്ലാതെ ഫുൾ വോൾട്ടേജ് 5 വോൾട്ടേജ് എല്ലാം ഇവിടെ കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫീഡ്ബാക്ക് എന്താ പറയുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ 0 വോൾട്ടേജ് ആണ്. കാരണം ഇത് സ്റ്റാർട്ട് ചെയ്യണം മുന്നേ കിട്ടുക. ഇവിടെ വോൾട്ടേജ് ഇല്ല എന്ന് IC എന്ത് ചെയ്യും, IC പറയും ഇവിടെ വോൾട്ടേജ് ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, അന്നേരമാണ് ഇത് സ്റ്റാർട്ടാക്കുക, അഥവാ SMPSനെ ഓൺ ആക്കുക, കറക്റ്റ് ഫ്രീക്വൻസി സ്റ്റാർട്ട് ചെയ്യാം.